എം.ആർ. അജിത് കുമാർ DGP ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകാം. എം.ആർ. അജിത് കുമാർ ഒരുപക്ഷെ DGP ആകുകയും ചെയ്യാം, അതിലൊന്നും ആർക്കും എതിർപ്പില്ല. പക്ഷേ രണ്ട് വസ്തുതാ പഠന റിപ്പോർട്ടുകൾ, രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ എം.ആർ. അജിത് കുമാറിനെതിരെ വീണ്ടും തലപൊക്കി വരികയാണ്. എം.ആർ. അജിത് കുമാർ DGP ആകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുവാനുള്ള UPSCയുടെ പാനൽ നിശ്ചയിക്കും. 6 പേരുടെ ലിസ്റ്റ് സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിൽ ADGP അജിത് കുമാറിൻ്റെ പേരുണ്ട്. അതിൽ ഇനി 3 പേരുടെ പേര് കേന്ദ്രം തെരഞ്ഞെടുത്ത് സംസ്ഥാനത്തിന് കൊടുക്കും. അതിൽ നിന്ന് ഒരാളാകും DGP. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇനി 3 ദിവസമേ ഉള്ളൂ ആ യോഗം ഡൽഹിയിൽ ചേരാൻ. ആ യോഗം ചേർന്ന് 3 പേരുടെ പേര് സംസ്ഥാനത്തോട്ട് കൊടുക്കും. സംസ്ഥാനം അതിൽ നിന്ന് ഒരാളെ DGP ആകുകയും ചെയ്യും. ഇനി അതിൻ്റെ എപ്പോഴായിരിക്കും നിയമനം വരിക എന്ന് പറഞ്ഞാൽ ഈ ജൂൺ 30-ന് നിലവിലുള്ള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുകയാണ്. ആ വിരമിച്ച ഒഴിവിലേക്ക് പുതിയ DGP നിയമിതനാകും. ഇതാണ് സ്വാഭാവികമായ പ്രോസസ്സ്. പക്ഷേ അവിടെയാണ് എം.ആർ. അജിത് കുമാറിനെ അടപടലം പൂട്ടിക്കൊണ്ട് ഇപ്പം നിലവിലുള്ള DGP ഒരു റിപ്പോർട്ട് കൈമാറിയത്. ഈ പൂരത്തിൻ്റെ കഥ നമുക്കറിയാം. ഒരു പൂരം കഴിഞ്ഞു, ആ പൂരം കലങ്ങിയ പൂരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു പൂരം നടപ്പിലാക്കി. അതിന് ആദ്യത്തെ പൂരം കലക്കിയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി എം.ആർ. അജിത് കുമാറും രണ്ടാമത്തെ ഉത്തരവാദി ശ്രീ സുരേഷ് ഗോപിയുമാണെന്ന് ഏവർക്കും അറിയാം. അത് പകൽ പോലെ സത്യമാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ രണ്ടാമത്തെ ഈ അടുത്ത് നടന്ന പൂരത്തിന് നന്നായി നടന്നപ്പോൾ എല്ലായിടത്തും പോയി വിളിച്ചു പറയുന്നത് പിണറായി വിജയനെ മഹാനെന്നും അതുപോലെ കെ രാജനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ തോന്നുന്നു ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞു നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പൂരം ആദ്യത്തെ അലങ്കോലമായ പൂരമാണ്. അലങ്കോലമായ പൂരത്തെ തെക്കോട്ടിറക്കുന്ന സമയത്താണ് ബഹളം തുടങ്ങിയത്. അങ്കിത് അശോക് എന്ന് പറയുന്ന കമ്മീഷണർ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് അതൊക്കെ ആണ് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രശ്നം കലുഷിതമായി, പൂരം അലങ്കോലമായി. സുരേഷ് ഗോപിക്ക് അവിടെ ആംബുലൻസിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ എം.ആർ. അജിത് കുമാർ എല്ലാവരെയും വെള്ളപൂശി ഒരു റിപ്പോർട്ട് അങ്ങോട്ട് DGPക്ക് കൊടുത്തിരുന്നു. അതായത് പൂരം നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായി, പ്രശ്നമുണ്ടായി, പൂരം അലങ്കോലമായി. അതിൻ്റെ കാരണം കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന പരിചയക്കുറവുള്ള അങ്കിത് അശോകിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് എം.ആർ. അജിത് കുമാർ അങ്ങോട്ടേക്ക് തള്ളി DGPക്ക്. DGP അതെടുത്ത് ചവറ്റകോട്ടയിൽ തള്ളി. DGP എന്നിട്ട് റവന്യൂ മന്ത്രി കെ രാജനെ വിളിച്ചു. അദ്ദേഹം അവിടുത്തെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണല്ലോ, അവിടെയുള്ള മന്ത്രിയാണ്. അദ്ദേഹത്തെ വിളിച്ചു. കെ രാജൻ വന്ന് മൊഴി കൊടുത്തു പറഞ്ഞു, തെക്കോട്ട് ഈ രാവിലെ മുതൽ പലതവണ എം.ആർ. അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു. എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെന്ന്. തൃശ്ശൂർ പൂരത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്വം എം.ആർ. അജിത് കുമാറിനുണ്ട്. എം.ആർ. അജിത് കുമാർ അവിടെ സ്ഥലത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ ഈ പൂരം നടക്കുന്നു, പൂരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, ക്രമസമാധാന പ്രശ്നമുണ്ടാകും, ഇത്രയും ആൾക്കൂട്ടം വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് മന്ത്രി നിരന്തരം എം.ആർ. അജിത് കുമാറിനെ വിളിക്കുന്നുണ്ട്. ആ സമയം നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ തെക്കോട്ടിറക്കം വരുമ്പോൾ പ്രശ്നം തുടങ്ങുന്നു. ഇത് പ്രശ്നമാകും, വഷളാകും. ആ സമയത്ത് എം.ആർ. അജിത് കുമാറിനെ മന്ത്രി വിളിക്കുന്നു. ഫോണ് സ്വിച്ച് ഓഫ്, അല്ലെ ഫോൺ എടുക്കുന്നില്ല. എം.ആർ. അജിത് കുമാർ കാര്യം മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് മൂകാംബികയിലേക്ക് പലായനം ചെയ്തു എന്നാണ് നമ്മൾ അന്നൊക്കെ അറിഞ്ഞത്. പക്ഷേ ഇന്നത്തെ DGPയുടെ റിപ്പോർട്ടിൽ മൂകാംബികയിലേക്ക് പോയ കാര്യം പറയുന്നില്ല. 1 മണിക്ക് ശേഷമാണ് ഈ വിളികൾ വന്നത്. അതായത് പ്രശ്നം നടക്കുന്ന സമയത്ത് എം.ആർ. അജിത് കുമാറിനെ മന്ത്രി വിളിച്ചു. മന്ത്രിയുടെ മൊഴിയാണ് ഞാൻ പറയുന്നത്. വിളിച്ചു, പല വിളിച്ചു, ഫോൺ എടുത്തില്ല, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതിന് എം.ആർ. അജിത് കുമാർ നൽകുന്ന വിശദീകരണം എന്താണ്? ഞാനോ നിങ്ങളോ ഒക്കെ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയാൽ അധികം പ്രശ്നമില്ല. നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. നമ്മളൊന്നും വലിയ മഹത്തായ കൃത്യനിർവഹണം നടത്തുന്ന ആളുകളൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോകാം, മയങ്ങിപ്പോകാം. എന്നാൽ എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP അവിടെ ഇത്രയും വലിയ ആൾക്കൂട്ടം വരുന്നു, ജനസഞ്ചയം വരുന്നു, ഇത്രയും വലിയ പരിപാടി, കേരളത്തിൻ്റെ ഏറ്റവും ഗ്ലാമർ പരിപാടി. ആ പരിപാടി സുരക്ഷിതമായി നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ജില്ലയിൽ അന്നുള്ളതിൽ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഉറങ്ങിപ്പോയി. അത്രയും 1 മണിയായപ്പോൾ ഉറങ്ങിപ്പോയി. മന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇതാണ് അജിത് കുമാറിൻ്റെ വിശദീകരണം. ആ വിശദീകരണവും DGP എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. എന്നിട്ട് പുതിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര വകുപ്പിന് കൊടുത്തു. എന്താണ് ആഭ്യന്തര വകുപ്പിന് കൊടുത്ത റിപ്പോർട്ട്? എം.ആർ. അജിത് കുമാറിന് പറ്റിയ വീഴ്ചകളാണ്, അതുകൊണ്ട് മാത്രമാണ് പൂരം കലങ്ങിയത്. പൂരത്തിന്റെ പ്രശ്നത്തിന്റെ പ്രധാന ഉത്തരവാദി എം.ആർ. അജിത് കുമാറാണ്. എം.ആർ. അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതിനോ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനോ പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതിനോ എം.ആർ. അജിത് കുമാർ മുതിർന്നില്ല. എം.ആർ. അജിത് കുമാറിനെ ആവശ്യത്തിന് വിളിച്ചപ്പോഴൊന്നും ഇദ്ദേഹം ഫോൺ എടുത്തില്ല. അത് ഗുരുതരമായ കൃത്യവിലോപമാണ് എന്ന് അടിവരയിടുന്ന റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും എം.ആർ. അജിത് കുമാറും തമ്മിൽ എന്തോ അവിശുദ്ധ ബാന്ധവമുണ്ടെന്നൊക്കെ. അവിശുദ്ധ ബാന്ധവമുണ്ടെങ്കിൽ ഇങ്ങനൊരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാൻ പറയില്ലല്ലോ.
ത്രിതല അന്വേഷണമാണ് നടത്തിയത്, 3 തരത്തിലുള്ള അന്വേഷണം. അതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് നേരത്തെ കിട്ടിക്കഴിഞ്ഞു, മനോജ് എബ്രഹാം നടത്തിയത്. മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മറ്റ് വകുപ്പുകളുടെ ഏകോപനത്തിൽ ഒരു പ്രശ്നവുമില്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ് പറ്റിയത്. പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവിടെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ലായിരുന്നുവെന്നാണ് മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്. അപ്പോൾ മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ടും വിരൽ ചൂണ്ടുന്നത് പോലീസിന്റെ വീഴ്ചയിലേക്ക്. പോലീസിന്റെ വീഴ്ചയ്ക്ക് കാരണമായത് എം.ആർ. അജിത് കുമാർ. സ്വാഭാവിക ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച അന്വേഷണമാണ്, ആ അന്വേഷണ റിപ്പോർട്ടാണ് കൈമാറിയിട്ടുള്ളത്. എം.ആർ. അജിത് കുമാർ ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ ആഭ്യന്തര വകുപ്പിന് മണിയടിച്ച് DGP ആകുമോ ആകില്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.